ഹലോ, ഞാനും ഔപചാരികമായിട്ട് പറഞ്ഞു തുടങ്ങാൻ പോവാണ് കേട്ടോ. ലാംഹിത്തിമയിലേക്ക് സ്വാഗതം. പുതിയ വീഡിയോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുവാണ്. നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങൾ എനിക്കും ഷെയർ ചെയ്ത് തരണം. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. ഇന്ന് ടിപ്പൊന്നുമല്ല, ഹെയർ ഗ്രോത്ത് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് രണ്ട് പേരുണ്ട് കമൻറ്റിൽ ചോദിച്ചിരുന്നു ഹെയർ ഗ്രോത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയുന്നെങ്കിൽ പറഞ്ഞു തരണം, എന്തെണ്ണ യൂസ് ചെയ്യണേ അങ്ങനെയൊക്കെ. എനിക്ക് തരക്കേടില്ലാത്ത മുടി ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളതുകൊണ്ട് ഞാനത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യുന്ന ടിപ്പുകളും അതുപോലെ എൻ്റെ റൂട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്കും മാറ്റം വരും നോക്കാം. പിന്നെ ഈ ഹെയർ ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് നമുക്ക് ജന്മന മുടി ഉള്ളവർക്കാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പിന്നെ എന്ത് ചെയ്താലും മുടി വളരാത്ത ആൾക്കാരാണ്, കട്ടി വരാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ മാറ്റമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ജീവിത രീതി അനുസരിച്ച് പലർക്കും മുടി വളരെ കുറവാണ്. എന്തായാലും ഞാൻ യൂസ് ചെയ്യണ, അതായത് റൂട്ടീനായിട്ട് ചെയ്യണ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ഇപ്പം ഷെയർ ചെയ്യാം. അപ്പോൾ തുടങ്ങാം. ഞാൻ ആഴ്ചയിൽ 7 ദിവസത്തെ കാര്യങ്ങളാണ് കണക്ട് ചെയ്ത് പറയുന്നത്. ഞാൻ ചെയ്യുന്ന, എൻ്റെ തലയിൽ ചെയ്യുന്ന റൂട്ടീനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആഴ്ചയിൽ 2 ദിവസമാണ് തലയിൽ എണ്ണ തേക്കുക. അത് ചൊവ്വയും വെള്ളിയാണ്. ചൊവ്വയും വെള്ളി എന്ന് പറയുന്നത് ഞങ്ങൾ ഹിന്ദുസിന് ഭഗവതിയുടെ ദിവസമാണ്. അപ്പോൾ തലയിൽ എണ്ണ വെച്ച് കുളിക്കാനാണ് നമ്മുടെ കാരണന്മാർ പറയാം. വീട്ടിൽ തറവാട്ടിൽ അച്ഛമ്മയും അതുപോലെ അമ്മൂമ്മയൊക്കെ പറയണ കേട്ടിട്ടുള്ളതാണ് ചൊവ്വയും വെള്ളിയും. അതിപ്പോൾ ദേഹത്താണെങ്കിലും ചൊവ്വയും വെള്ളി എണ്ണ തേച്ച് കുളിക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ചൊവ്വയും വെള്ളിയാണ് എണ്ണ തേച്ച് കുളിക്കുന്നത്. എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഞാൻ സാധാ ഒന്നും ഇട്ട് മുറുക്കൊന്നും ചെയ്യാത്ത, അതായത് കാച്ചൊന്നും ചെയ്യാത്ത എണ്ണയാണ് ചിലപ്പോൾ യൂസ് ചെയ്യുക, സാധാ പച്ച വെളിച്ചെണ്ണ. ചിലപ്പോൾ നല്ല ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഏതാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സംഭവം, ഇതുവരെ യൂസ് ചെയ്ത് തരുന്നത്, അത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ട് നമുക്ക് തന്നെ ഒരു എണ്ണ ഉണ്ടാക്കണം, കാച്ചിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഉള്ളി, കരിവേപ്പില, ചെമ്പരത്തിമുട്ട്, പിന്നെ മൈലാഞ്ചിയുടെ ഇല, അതൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മുടെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനായിട്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, പക്ഷേ യൂസ് ചെയ്ത അനുഭവമുള്ള എന്താ പറയുക, എൻ്റെ ചേച്ചിയുടെ ഭർത്താവുണ്ട്. മൂപ്പരം മുടി പ്രായമായാലും ഇപ്പോഴും അധികം നരച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ആൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നതാണ് ഈ കരിഞ്ജീരകം എന്ന് പറഞ്ഞ സംഭവം. അത് എണ്ണയിലിട്ട് കാച്ചി ആ എണ്ണ തേക്കുന്നതുകൊണ്ടാണ് ആളുടെ മുടിക്ക് നല്ല കറുപ്പെന്നാണ് പറയുന്നത്. അപ്പം ഇതും ഈ ഇൻഗ്രീഡിയൻ കൂടി ചേർത്ത് ഒരു എണ്ണ കാച്ചി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതന്നെ ഈ ചൊവ്വയും വെള്ളി ആഴ്ചയിൽ 2 ദിവസം, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ദിവസം തേക്കുക. അപ്പോൾ എണ്ണ തേക്കുക എന്നുള്ളത് ആഴ്ചയിൽ 2 ദിവസമാണ്. പിന്നെ മെയിനായിട്ട് ഞാൻ എണ്ണ തേച്ചിട്ട് ചിലപ്പോൾ അന്ന് തന്നെ ഷാമ്പു വാഷ് ചെയ്യാറുണ്ട്. ഷാമ്പു വാഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാമ്പു വാഷ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളും അതുപോലെ ഷാമ്പു വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കണ്ടീഷണർ യൂസ് ചെയ്യുക. അത് സെയിം കമ്പനിയുടെ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ആ കമ്പനിയുടെ തന്നെ കണ്ടീഷണർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഡാമേജ് ഒന്നും ഹെയറിന് ഉണ്ടാവില്ല. അപ്പോൾ എണ്ണ കഴിഞ്ഞു ഷാമ്പു വാഷ് ചെയ്യണം. പിന്നെ നമുക്ക് തലയ്ക്ക് മുടിക്കൊക്കെ മസാജ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഴ്ചയിലല്ല മാസത്തിൽ 1 തവണ സ്പാ ചെയ്യാറുണ്ട്, ഹെയർ സ്പാ ചെയ്യാറുണ്ട്. അതിപ്പോൾ എൻ്റെ ഫീൽഡും അതായതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബ്യൂട്ടി പാർലർ ഉണ്ടായിക്കൊള്ളണമെന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പം മാക്സിമം പുറമേ ഉള്ള ഒരാളെ കൊണ്ട് ഹെയർ സ്പാ ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മസാജൊക്കെ കറക്റ്റായിട്ട് കിട്ടും തലയ്ക്ക്. അപ്പോൾ മുടി വളരാനും അതുപോലെ റൂട്ടിന് ഒരു സ്ട്രെങ്ത്ത് കൂടാനായിട്ട്. നമ്മുടെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് താരൻ, അതുപോലെ ഹെയർ ഫോള്, നന്നായിട്ട് മുടി കൊഴിയുക, പിന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാവുക, പിന്നെ പൊട്ടിപ്പോവുക. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള മുടിയുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ സ്പായൊക്കെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയറിന് ഗ്രോത്ത് കൂടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിന് ബലം കൂടും. അപ്പോൾ നമുക്ക് കൊഴിഞ്ഞു പോരാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ മസ്റ്റായിട്ടും മാസത്തിൽ ഒരു ഹെയർ സ്പാ ചെയ്യാം. അത് നിങ്ങൾക്ക് തന്നെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി അത് പുറമേ ഉള്ളൊരു പാർലറിലോ അല്ലെങ്കിൽ മസാജിങ് അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് നല്ലൊരു ഉപകാരത്തിൽ വിടും. അപ്പോൾ ഹെയർ സ്പാ അത് ഞാൻ ചെയ്യാറുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം എണ്ണ തേച്ച് കുളിക്കാറുണ്ട്. ഷാമ്പൂ കണ്ടീഷണർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹെയർ സ്പാ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഹെന്ന ചെയ്യാറുണ്ട്. ഹെന്ന ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കൂട്ടുന്ന ഹെന്നയാണ്. അതിപ്പോൾ പാർലറിൽ വരുന്ന ഹെന്ന കസ്റ്റമേഴ്സിന് ഞാൻ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുന്ന ഹെന്നയാണ്. ഞാനതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. ഹെന്ന പൊടി വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. മുൻപ് ഞാൻ ഹെന്ന അരച്ച് വയ്ക്കുകയായിരുന്നു, മൈലാഞ്ചി പൊട്ടിച്ചരച്ച് വയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ ഹെന്ന പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ടൗണിൽ നിന്നൊരു കടയിൽ നിന്ന് വാങ്ങിയിട്ട് അതിനകത്ത് ബീട്രൂട്ടിൻ്റെ പൊടി, അതുപോലെ നെല്ലിക്ക ഉണക്കി പൊടിച്ചത്,
പിന്നെ അതുപോലെ 1-2 ഹെയർ ഗ്രോത്തിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളതിനനുസരിച്ച് മിക്സ് ചെയ്യാറുണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മുമ്പ് ഞാൻ മിക്സ് ചെയ്ത് വെക്കും. അതൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ചട്ടിയിൽ മിക്സ് ചെയ്ത് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയേണിൻ്റെ ഒരു കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതിനകത്തൊരു വിറ്റാമിൻ സിയുടെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അതും മിക്സ് ചെയ്യാറുണ്ട്. പിന്നെ ഹെന്ന ഇടാൻ വരുന്ന ആൾക്കാർ ഒരു 10 മിനിറ്റ് മുമ്പ്, ഇപ്പോൾ അവർ വരുന്ന സമയം അനുസരിച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പ് ഞാനൊരു മുട്ട അതിൽ പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളൊരു ഹെന്നയും ഞാൻ മാസത്തിലൊരിക്കൽ തലയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്: എണ്ണ തേച്ച കുളി, അതുപോലെ ഷാമ്പൂ, കണ്ടീഷണർ മസ്റ്റായിട്ട്, പിന്നെ ഒരു ഹെയർ സ്പാ, പിന്നെ ഒരു ഹെന്ന. ഇത് മസ്റ്റായിട്ടും ഞാൻ റൂട്ടീനായിട്ട് എല്ലാ മാസവും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ നിങ്ങളും നിങ്ങളുടേതായ ഒരു റൂട്ടീനായിട്ടുള്ളൊരു രീതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയുടെ ഗ്രോത്തിലും അതുപോലെ മുടി പൊട്ടിപ്പോകുന്നതിലും താരൻ ഉണ്ടാകുന്നതിലൊക്കെ മാറ്റം വരുത്താൻ സാധിക്കും. പിന്നെ നമുക്കിതിനൊക്കെ അപ്പുറത്ത് നമുക്ക് വിറ്റാമിൻ ഉള്ളിൽ നിന്ന് കിട്ടാനായിട്ട് ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക, അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക ഡ്രൈ ആവാതിരിക്കാനായിട്ട്. അതുപോലെ കാൽസ്യം ഉൾപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ, മുട്ട അതുപോലെയുള്ള സംഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെ റുട്ടീനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടി വളർച്ച കൂട്ടാനും അതുപോലെ ഹെയർ ഫോൾ കുറയ്ക്കാനും താരൻ വരാതിരിക്കാനും സ്പ്ലിറ്റൻസ് ഇല്ലാതിരിക്കാനൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ റുട്ടീനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഈ 7 ദിവസത്തേക്ക് ഞാൻ മസ്റ്റായിട്ടും ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കുറേ കാലങ്ങളായിട്ട്. പിന്നെ ഇപ്പം നമ്മളൊരു വീഡിയോ കണ്ടു, ഒരു ടിപ്പ് കണ്ടു, അത് പരീക്ഷിക്കാം. പിന്നെ വേറൊരു ദിവസം വേറൊരെണ്ണം കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഒരാൾ വേറൊരു ടിപ്പ് പറഞ്ഞു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മാറ്റി തലയിൽ ഓരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരുന്നതിന് ചിലപ്പോൾ അത് നമ്മുടെ മുടിക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് പറ്റണം, ചിലപ്പോൾ നമുക്ക് സ്യൂട്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് ഒരേ റൂട്ടീനിൽ ഒരേ എണ്ണ തന്നെ, ഒരേ ഷാമ്പു തന്നെ, ഒരേ കണ്ടീഷണർ തന്നെ മസ്റ്റായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തിലൊക്കെ വ്യത്യാസം വരുത്താൻ സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ടിപ്പ്. ഞാൻ 7 ദിവസം കറക്റ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ആഴ്ചയിൽ. അത് തന്നെ നെക്സ്റ്റ് വീക്കിലും കണ്ടിന്യൂ ചെയ്ത് വരും. മാസത്തിൽ എന്തായാലും ഞാനൊരു സ്പായും ചെയ്യാറുണ്ട്, ഒരു ഹെന്നയും ചെയ്യാറുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം എനിക്ക് കുഞ്ഞിലൊന്നും അധികം മുടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മുടി നന്നായിട്ട് കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് മുടി വരാൻ തുടങ്ങിയത്. പിന്നെ പാരമ്പര്യമായിട്ട് മുടിയുള്ള തറവാട്ടിലാണ് ഞാൻ ജനിച്ചത്, അതിൻ്റെയും ഉണ്ടായിരിക്കും. ചിലർക്കപ്പം മുടിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുടി വളർന്നോളണമെന്നില്ല, പക്ഷേ ഉള്ള മുടി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയും എനിക്കറിയാവുന്ന ടിപ്പുകൾ ഞാൻ ഷെയർ ചെയ്യാം. ഹെയർ ഗ്രോത്തിന് പറ്റിയ വേറെ എന്തെങ്കിലും ടിപ്പുകളുണ്ടെങ്കിൽ ഞാനൊന്ന് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ ചോദിച്ചിട്ട് അറിയാവുന്ന ഹെയർ ടിപ്പുകൾ ഞാൻ ഇനിയും നിങ്ങൾക്കായിട്ട് ഞാൻ വീഡിയോയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എൻ്റെ ടിപ്പുകളും അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഓക്കെ ആണ്, സക്സസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. ടാറ്റാ.